ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഇതിനു മുമ്പ് ഒരു Q&A സെഷൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഡൗട്ട്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡൗട്ടുകളാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ചാനലിൽ മ്യൂസിക് പ്രൊഡക്ഷൻ ട്യൂട്ടോറിയൽസ് ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സൗണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യങ്ങളും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ക്വറീസും ഡൗട്ട്സും വരുന്നുണ്ട് കമൻ്റായിട്ട്. അപ്പോൾ ഞാൻ അല്ലാത്ത വീഡിയോസും ഇടാറുണ്ട്, അതിലും കമൻറ്റ്സ് വരാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനൊരു Q&A സെഷൻ വെച്ചിട്ട് ഡൗട്ട്സ് മാത്രം ക്ലിയർ ചെയ്യാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് Q&A സെക്ഷൻ വരുമ്പോൾ അതിലേക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ആദ്യം തന്നെ Q&A സെക്ഷൻസിലേക്ക് കിടക്കാം. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും ചെയ്യുന്ന മറ്റു വീഡിയോസിന് താഴത്തായതുകൊണ്ട് നമുക്കത് കളക്ട് ചെയ്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ Q&A സെഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ഇടാൻ നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാകും ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ലേണിംഗ് മ്യൂസിക് പ്രൊഡക്ഷൻ ഏബിൾട്ടൺ എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻ കേരള എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോളിഡേ ക്രൂസ് സ്റ്റുഡിയോ എന്നാണ് ഈ ചാനലിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ എനിക്ക് തരാനുള്ള ആൻസർ എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തുള്ള സ്റ്റുഡിയോ ഏതാണോ അത് തന്നെ നിങ്ങൾ കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് വലിയ വലിയ മ്യൂസിക് പ്രൊഡക്ഷനാണ് നിങ്ങൾ കോഴ്സുകളാണ് നോക്കുന്നതെങ്കിൽ ഗോബി സുന്ദറിൻ്റെ മ്യൂസിക് പ്രൊഡക്ഷൻ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതുപോലെ തന്നെ SEA എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് അക്കാഡമി ഉണ്ട്. അവിടെയും മ്യൂസിക് പ്രൊഡക്ഷൻ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഫീസ് ഉണ്ടാകും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ. അത് കൂടാതെ നിങ്ങൾക്ക് ചെറിയ ചെറിയ സ്റ്റുഡിയോസ്, നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള സ്റ്റുഡിയോസ് തന്നെ മിക്കവാറും ഇങ്ങനത്തെ ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. അവിടെ അന്വേഷിക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് ഫ്രീ ടൈം ആകുമ്പോൾ പോയിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാം. പിന്നെ NHQ എന്ന് പറയുന്ന കൊച്ചിയിൽ ഉള്ള ഒരു സ്റ്റുഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ക്രാഷ് കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട്, ഡിപ്ലോമ കോഴ്സ്, അങ്ങനെ സെപ്പറേറ്റ് കോഴ്സുകളുണ്ട്. സ്പെസിഫിക് ആയിട്ട് ഇന്ന സ്ഥലത്തെന്ന് പറഞ്ഞിട്ട് പറയാനാണെങ്കിൽ എനിക്ക് അറിയുന്നത് ഇതൊക്കെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അടുത്തുള്ള സ്റ്റുഡിയോസിൽ അന്വേഷിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. പിന്നെ സ്പെസിഫിക് ആയിട്ട് ഏബിൾട്ടൺ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാ സ്റ്റുഡിയോസിലും യൂസ് ചെയ്യുന്നത് ലോജിക് പ്രോ ആയിരിക്കും. അപ്പോൾ ഏബിൾട്ടൺ യൂസ് ചെയ്യുന്നുണ്ടാകും. നിങ്ങൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു DAW യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ബിക്കോസ് നിങ്ങൾ ഏതൊരു സ്റ്റുഡിയോയിൽ പോയിട്ട് വർക്ക് ചെയ്യാനാണെങ്കിലും കുറച്ച് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. സോ മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവർ കോമൺ ആയിട്ട് പഠിപ്പിക്കുന്ന ഏതാണോ അത് പഠിക്കാൻ നോക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ഏതൊരു സോഫ്റ്റ്വെയറിലും നിങ്ങൾക്ക് കുറച്ച് ദിവസം ഇരിക്കുകയാണെങ്കിൽ വർക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് ഋഷി എന്ന് പറയുന്നൊരു ചാനലിലാണ്. ആൾ ചോദിച്ചിരിക്കുന്നത് ഞാൻ എവിടെയാണ് സൗണ്ട് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ളത് ഞാൻ ഓൺലൈനായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഞാനൊരു സെൻറ്ററിൽ പോയി പഠിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഒരുപാട് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഫോർമലായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ബട്ട് കോഴ്സുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഐറിഷ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്ന് 2 കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സനൽ എന്നാണ് നെയിം. ഒരു സോങ്ങിൻ്റെ സ്കെയിൽ ചേഞ്ച് ചെയ്യുന്നത്, ഒരു സോങ്ങിൻ്റെ സ്കെയിൽ എങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ കോഡുകൾ സ്കെയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ കോഡുകൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസാനം ഞാൻ സ്ക്രീൻ ഷെയറിംഗ് ആയിട്ട് തന്നെ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനൊരു എക്സ്പ്ലനേഷൻ തരുവാണെങ്കിൽ നിങ്ങളുടെ ഒരു പാട്ടിൻ്റെ സ്കെയിൽ ഇപ്പോൾ A മൈനറിലാണ് ആ സ്കെയിലെങ്കിൽ നിങ്ങൾ ആ സ്കെയിൽ മാറ്റുമ്പോൾ ഇപ്പോൾ സിയിലേക്കാണ് അത് മാറ്റുന്നതെങ്കിൽ C സ്കെയിലിലുള്ള കോഡുകൾ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾ അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഈ കോഡ്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ ചോദിച്ചതിനുള്ള ഉത്തരം. അങ്ങനെ ബേസിക്കായിട്ട് നിങ്ങൾ കുറച്ച് മ്യൂസിക് നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അതല്ലാതെ തന്നെ നിങ്ങൾക്ക് കരോക്കെ സ്കെയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് മിക്കവാറും ചോദിച്ചിട്ടുള്ളത് ഒരു വേവ് ഫയൽ അല്ലെങ്കിൽ MP3 ഫയൽ നമുക്ക് പിച്ച് ഷിഫ്റ്റ് ട്രാൻസ്പോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് നമുക്ക് ചെയ്യാം, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ടൈമിംഗ് ഒന്നും തെറ്റാതെ തന്നെ ചെയ്യാം. FL സ്റ്റുഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. പക്ഷെ അത് നിങ്ങൾ മോസ്റ്റ്ലി ചെയ്യുന്നത് കോപ്പിറൈറ്റ് വരാതിരിക്കാനായിരിക്കും. ബട്ട് നിങ്ങൾ അങ്ങനെ സ്കെയിൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല, അതെന്തായാലും കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതെന്തായാലും സ്ക്രീൻ ഷെയർ ചെയ്ത് കൂടെ ഞാൻ കാണിച്ചു തരാം. ഈസ് ബിക്കമിങ് എ മ്യൂസിക് ഡയറക്ടർ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. മീനാക്ഷി മോഹൻ എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം അതിനുവേണ്ടി പ്രയത്നിക്കുന്നു എന്നുള്ളതിലാണ്. ഇപ്പോൾ ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ട് സൈഡായിട്ട് എനിക്ക് മ്യൂസിക് ഡയറക്ടർ ആകണമെന്നില്ല, എനിക്ക് നല്ല നല്ല വർക്കുകൾ ചെയ്താൽ മതി എന്നുള്ളൂ. ഇതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് പഠിക്കണമെന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ട്സായ കുറേ പേര് ഇപ്പോൾ റെഗുലറായിട്ട് മ്യൂസിക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൽബം ആയിട്ടായിരുന്നെങ്കിലും ഒക്കെ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നു, നിങ്ങളുടെ പബ്ലിസിറ്റിക്കുള്ള കാര്യങ്ങൾ, പിന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് എല്ലാവരോടും മിങ്കിളാകാനുള്ള ഒരു സ്വഭാവം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ വർക്കൗട്ട് ആവുള്ളൂ.
ഇപ്പോൾ ടഫാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, നിങ്ങൾ എത്രത്തോളം പ്രയത്നിക്കുന്നു, എത്രത്തോളം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതിനുവേണ്ടി ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ടല്ലാത്തതുകൊണ്ട് എനിക്ക് അതിലധികം വർക്കുകൾ ഞാൻ ചെയ്യാറില്ല, കിട്ടിയാലടക്കം ചെയ്യാറില്ല. ബട്ട് നിങ്ങൾ ആ ഒരു ഫോക്കസിലാണ് ഇരിക്കുന്നതെങ്കിൽ വരുന്ന വർക്കുകളെല്ലാം നല്ല ക്വാളിറ്റിയിൽ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, എനിക്ക് വരുന്ന വർക്കുകൾ ഞാൻ വേണ്ടാന്ന് വെക്കാറുണ്ട്. ബട്ട് നിങ്ങൾ ആ ഒരു നിങ്ങൾ അങ്ങനെ ഒരു ലക്ഷ്യത്തിലാണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കരുത്. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ. നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം, നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ ഇങ്ങനത്തെ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാം. എൻ്റെ പട്ടി അവിടെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടാകും, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് എക്സ്പോർട്ട് ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ എത്രത്തോളം നോയ്സ് വന്നിട്ടുണ്ടെന്നുള്ളത്. പിന്നെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബെസ്റ്റ് USB മൈക്ക് ഫോർ റെക്കോർഡിംഗ് എന്നുള്ളതാണ്. അപ്പോൾ അതും എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ C01U Pro എന്ന് പറയുന്ന USB മൈക്കായിരിക്കും. അതിൽ ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ കുഴപ്പമില്ല, നല്ല ബ്രാൻഡാണ്. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന USB മൈക്കിനെക്കാളും എന്തുകൊണ്ടും ബെറ്റർ നമുക്ക് XLR മൈക്കായിരിക്കും, കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ടാവും. ഏതൊക്കെയാണ് ബെസ്റ്റ് മൈക്ക് എന്നുള്ളത് ലാസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മെലോക്കീസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്നാണ്. അവർ ചോദിച്ചിട്ടുള്ളത് +1 എക്സാം ജൂലൈയിൽ ഉണ്ടാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെനിക്കറിയില്ല. ഈ ചാനലിൽ നിന്ന് വേറൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് വേറൊരു വീഡിയോയ്ക്കാണ്, അത് പ്രോപ്പറായിട്ടുള്ള ഡൗട്ടായിരുന്നു. അപ്പോൾ ഞാൻ Q&A സെക്ഷനിലാണ് പ്രോപ്പറായിട്ട് ഇതിനു വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ വീഡിയോ ചെയ്തിറക്കുന്നത്. അപ്പോൾ താങ്കൾക്ക് +1 എക്സാം എപ്പോഴാണെന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് മിനിമം വന്നിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത് മറ്റ് വീഡിയോസിലാണ്. അപ്പോൾ ഞാൻ ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ Q&A സെക്ഷൻ ഇടുമ്പോൾ എന്തായാലും നിങ്ങൾ മറ്റ് വീഡിയോസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിലിടാൻ നോക്കുക. കാരണം എനിക്ക് കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയാണ്, എല്ലാം ആൻസർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക് പ്രൊഡക്ഷൻ, സൗണ്ട് എഞ്ചിനീയറിങ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓൺലൈനായിട്ട് നമ്മൾ കോഴ്സുകൾ കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ഉണ്ടാക്കി നിങ്ങൾക്ക് വീഡിയോ ഇടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചോദിച്ച് വരാറുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് നമ്മൾക്ക് പറ്റുന്ന തരത്തിലുള്ള സപ്പോർട്ടുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ അതെന്ത് തന്നെ ആയാലും ഇതിൽ കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്ത് ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. ഞാനത് മെസ്സേജസ് ഞാൻ ചെക്ക് ചെയ്യാറില്ല ഇൻസ്റ്റഗ്രാമിൽ, റെഗുലറായിട്ട് പോസ്റ്റുകൾ മാത്രമേ ഇടാറുള്ളൂ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യൂട്യൂബിൽ തന്നെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഇതേപോലെ Q&A സെക്ഷൻസ് വരുമ്പോൾ ഇടുന്നതായിരിക്കും എനിക്ക് കുറച്ചും കൂടെ എളുപ്പം. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് മ്യൂസിക് പ്രൊഡക്ഷൻ വീഡിയോസ്, മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നേരത്തെ ഒരു സോങ്ങിൻ്റെ സ്കെയിൽ എങ്ങനെയാണ് മാറ്റുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ല, കാരണം അത് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഞാൻ മൈക്ക് ഓഫ് ചെയ്തിട്ട് പ്ലേ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സോങ്. അപ്പോൾ ഇതിൽ നമുക്ക് പിച്ച് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പിച്ച് ആദ്യം അതിൽ പ്ലേ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ പിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് ഈ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ ഓപ്പൺ ആകും. ഇതിലിവിടെ ഒരു പിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ മൂവ് ചെയ്താൽ മതി നിങ്ങൾക്ക് പിച്ച് ചേഞ്ച് ചെയ്യാനായിട്ട്. ബട്ട് അത് ഏത് പിച്ചിലേക്കാണ് മൂവ് ചെയ്യണമെന്നുള്ളത് നമുക്കിവിടെ സെൻസ് വെച്ചിട്ടാണ് കണക്കാക്കുക. ബട്ട് ഇത് പ്രോപ്പറായിട്ടുള്ള പിച്ച് ചേഞ്ചിങ് ആയിട്ടുള്ള വഴിയല്ല. അതായത് നിങ്ങൾക്ക് ഇത്ര സെൻറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന സ്കെയിലിലേക്ക് മാറുന്നുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് വെച്ചിട്ടാണ്. ബട്ട് നിങ്ങൾ കവർ സോങ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, കോപ്പിറൈറ്റ് ഇല്ലാതിരിക്കാനാണെങ്കിൽ ഇത് നടക്കുന്ന കാര്യമല്ല. കോപ്പിറൈറ്റ് എന്തായാലും വരും. പിന്നെ കോഡ്സ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ബേസിക്കായിട്ട് ഏതൊക്കെയാണ് സ്കെയിലുകളും അത് നിങ്ങൾ മ്യൂസിക് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ജസ്റ്റ് കീബോർഡ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കീബോർഡിൽ സ്കെയിൽ നോക്കി കോഡ് നോക്കി എടുക്കണം, അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ. അല്ലാതെ പിന്നെ പലരും ചോദിക്കാറുണ്ട് ട്രാൻസ്പോസ് ഓപ്ഷൻ. ഈ സ്ക്രീനിൽ നമുക്കൊരു ട്രാൻസ്പോസ് ഓപ്ഷൻ ഉണ്ട്, അതായത് മാസ്റ്റർ വോളിയം. ഓക്കെ, ഇവിടെ മാസ്റ്റർ പിച്ച് ഇത് ചേഞ്ച് ചെയ്താൽ മതിയാവുമെന്ന് ചോദിക്കാറുണ്ട്. ബട്ട് ഇത് ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ആ പിച്ചിലേക്ക് ഇടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് സാമ്പിൾസ് ഒക്കെ ആണെങ്കിൽ വേവ് ഫയലായിരിക്കും.
സോ അതിൻ്റെ പിച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതും പാറ്റേൺസിൽ ചേഞ്ച് ചെയ്യുന്നതും ഒരുപാട് ചേഞ്ച് വരും. സോ അത് ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. നിങ്ങൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ തന്നെ സി ആണെങ്കിൽ ഒരു പാട്ട് സിയിലാണുള്ളതെങ്കിൽ സിയുടെ കോഡ്സ് ഏതാണോ അത് യൂസ് ചെയ്യുക. കാരണം ഈ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഒരു സ്കെയിൽ വരുമ്പോൾ ഏതൊക്കെ കോഡ്സാണ്, മറ്റൊരു സ്കെയിൽ വരുമ്പോൾ ഏതൊക്കെ കോഡ്സ് ആണെന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ്. അത് ജസ്റ്റ് മ്യൂസിക് ഒന്ന് കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് മനസ്സിലാവും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സിയിലിടാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മോളിൽ സി മൈനറിൽ മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റിയിടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആൻസർ ചെയ്തു എന്നുള്ളത് വിചാരിക്കണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, ബെസ്റ്റ് മൈക്സ് അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ബ്രാൻഡുകൾ മാത്രം പറയാം, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. മോഡൽ നമ്പർ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, കാരണം നമുക്ക് ഒരുപാട് മൈക്രോഫോൺസ് ഉണ്ട്. അപ്പം നല്ല ബ്രാൻഡുകൾ നോക്കി എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടാകും. ബ്രാൻഡ് നല്ലത് ഞാൻ പറയാം, അതിലേതാണോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അത് നോക്കി നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. റോഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, സാംസങ് ചൂസ് ചെയ്യാം, ഓഡിയോ ടെക്നിക്ക എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. പിന്നെ AKG എന്ന് പറയുന്ന കമ്പനി, അത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. പിന്നെ ബോയയുടെ മൈക്സ് ഉണ്ടാവും. പിന്നെ സ്പെസിഫിക് ആയിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാടെണ്ണം. ഇതൊക്കെയാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്ന മൈക്സ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ നല്ല ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് ഏതായാലും നോക്കി മേടിക്കാം. പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഓരോന്നും ഉണ്ട്, അത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഞാൻ ഓൾറെഡി മൈക്രോഫോൺസിനെ കുറിച്ചുള്ള വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ചെയ്യാം. നിങ്ങൾ നല്ല ബ്രാൻഡ് നോക്കിയാൽ മതി. ഓഡിയോ ടെക്നിക്ക, റോഡ്, സാംസങ്, ബെറിങ്ങറിൻ്റെ നല്ലതാണ്. പിന്നെ ബോയയുടെ ചെറിയ ചെറിയ മൈക്രോഫോൺസും ഉണ്ടാകും, നല്ലതാണ്. മോണോ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, അത് കുറച്ചും കൂടി നല്ലൊരു മൈക്രോഫോണാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, വലിയ ബ്രാൻഡല്ല എങ്കിലും ഓക്കെ ആണ്. അതൊക്കെയാണ് മെയിനായിട്ട് നമുക്കുള്ളത്. പിന്നെ നമ്മൾ കേട്ടിട്ടില്ലാത്ത കുറച്ച് ബ്രാൻഡുകളുണ്ടാകും, ഈ ടെക് സെറ്റ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ആമസോൺ ബേസിക്സ്, അതൊക്കെ ഭയങ്കര പുവർ ക്വാളിറ്റി ആയിരിക്കും, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കുന്നതുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് മോസ്റ്റ്ലി ഉള്ള മൈക്കുകൾ. വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കണം. പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് പാട്ട് പാടുന്നവരുണ്ട്. നിങ്ങൾ തന്നെ കുറച്ച് കമൻ്റൊക്കെ ചെയ്യുക, ഏതാണ് ബെസ്റ്റ് മൈക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മളും റിവ്യൂസാണ് അധികം നോക്കുക. നമ്മളെ മൈക്ക് യൂസ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ 1-2 മൈക്കുകളാണ് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ യൂസ് ചെയ്ത അനുഭവമുള്ളവർ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ കുറച്ചും കൂടെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.